السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على أشرف المرسلين وآل كل وصحابة أجمعين أما بعد. പ്രിയമുള്ളവരെ, ഇന്ന് ഡിസംബർ 6. രണ്ട് കാരണങ്ങളാൽ ഇന്ത്യൻ ജനത ദുഃഖിക്കുകയും വേദനിക്കുകയും ചെയ്യുന്ന ദിനം. ഒന്നാമത്തേത് നമ്മുടെ മഹത്തായ ഭരണഘടനയുടെ മുഖ്യശില്പി ഡോക്ടർ ബി.ആർ. അംബേദ്കർ ചരമമടഞ്ഞ ദിനമാണ്. അതോടൊപ്പം രണ്ടാമത്തെ കാരണം മുസ്ലിങ്ങൾ 463 വർഷക്കാലം ആരാധന നടത്തിക്കൊണ്ടിരുന്ന ഇന്ത്യയുടെ മതേതരത്വത്തിന്റെ തിലകക്കുറിയായി അയോധ്യയുടെ മണ്ണിൽ ഉയർന്നു നിന്നിരുന്ന ബാബരി മസ്ജിദ് സംഘപരിവാര വർഗീയ കോമരങ്ങൾ തച്ചു തകർത്ത കരിദിനം. ഇതുപോലൊരു ഡിസംബർ 6 ഞായറാഴ്ചയുടെ കറുത്ത പകലിലാണ് വർഗീയ കൂട്ടങ്ങൾ ബാബരി പള്ളി പൊളിച്ചടുക്കിയത്. ഇതര വിഭാഗത്തെ അപേക്ഷിച്ച് മുസ്ലിങ്ങൾക്ക് അതൊരു ഇരട്ടപ്രഹരമായിരുന്നു. ഒന്ന് ജനാധിപത്യത്തിനേറ്റ മുറിവ് മുസ്ലിങ്ങളിൽ വിങ്ങി നിൽക്കുമ്പോൾ, രണ്ടാമത്തേത് ഇസ്ലാമിന്റെ അസ്തിത്വത്തിനേറ്റ കനത്ത തിരിച്ചടിയായി ബാബരി ധ്വംസനം മുസ്ലിങ്ങളിൽ ഇന്നും മായാതെ മങ്ങാതെ നിൽക്കുന്നു എന്നുള്ളതാണ്. 1949 ഡിസംബർ 22 പാതിരാത്രിയിൽ ഒരു പറ്റം മതഭ്രാന്തന്മാർ വന്നുകൊണ്ട് ബാബരി പള്ളിയുടെ പൂട്ടുപൊളിച്ച് അകത്ത് കടന്ന് മെഹ്റാബിൽ രാംലല്ല വിഗ്രഹം സ്ഥാപിച്ചുകൊണ്ട് അത് സ്വയംഭൂവായതെന്ന് അവകാശപ്പെടുകയും അന്ന് തുടങ്ങിയ നിയമ പോരാട്ടം 2019 നവംബർ 9 വരേക്കും നീണ്ടു. ഈ 7 പതിറ്റാണ്ടിനോടടുത്ത നിയമ പോരാട്ടത്തിൽ എവിടെയും മുസ്ലിങ്ങൾക്ക് അനുകൂലമായ അല്ലെങ്കിൽ ഇരകൾക്ക് അനുകൂലമായ ഒരു വിധി ഇന്ത്യൻ ജനതയുടെ ആശാകേന്ദ്രമായ, പ്രത്യേകിച്ച് മർദ്ദിത ജനവിഭാഗങ്ങളുടെ ആശ്രയമായ കോടതികളിൽ നിന്ന് കിട്ടിയില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ സ്ഥിതിയാണ്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പറഞ്ഞതുപോലെ ആ രാംലല്ല വിഗ്രഹം പള്ളിയിൽ സ്ഥാപിച്ചയുടനെ അയോധ്യയിലൂടെ ഒഴുകുന്ന സരയൂ നദിയിലേക്ക് എറിഞ്ഞിരുന്നെങ്കിൽ ആ വിഷയം അവിടെ അവസാനിക്കുമായിരുന്നു. ആ വാക്കുകൾ ശരിവെക്കും വിധത്തിലാണ് തുടർന്നുള്ള സംഭവ വികാസങ്ങൾ നടന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ വിഗ്രഹം അവിടെ നിന്ന് എടുത്ത് പുഴയിലേക്ക് എറിഞ്ഞിരുന്നെങ്കിൽ പള്ളിയിലെ ആരാധന വിലക്ക് നടക്കുമായിരുന്നില്ല, പള്ളി നഷ്ടപ്പെടുമായിരുന്നില്ല, വഖഫ് സ്വത്ത് നഷ്ടപ്പെടുമായിരുന്നില്ല. ഇന്ത്യയുടെ പൊതുഖജനാവിൽ നിന്ന് കോടികൾ നിയമത്തിന് വേണ്ടി, അന്വേഷണ കമ്മീഷന് വേണ്ടി ചെലവാക്കേണ്ടി വരുമായിരുന്നില്ല. ഇങ്ങനെ ഒരുപാട് നഷ്ടങ്ങൾ അക്രമിക്കൂട്ടങ്ങൾ, ഒരു വിഭാഗം മതഭ്രാന്തന്മാർ കാട്ടിയതിന്റെ തിക്തഫലം ഇന്ത്യ ഇന്ത്യ മൊത്തം അനുഭവിക്കേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മുൻ രാഷ്ട്രപതി KR നാരായണൻ പറഞ്ഞത് ഗാന്ധിവധമാണ് ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ഭീകരവാദം എങ്കിൽ രണ്ടാമത്തെ ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയ ഭീകരവാദ പ്രവർത്തനമായിരുന്നു ബാബരി ധ്വംസനം എന്നുള്ളത്. കാരണം അത്രമാത്രം ഇന്ത്യൻ മണ്ണിൽ ലയിച്ച, ഇന്ത്യൻ ചരിത്രത്തോട് ചേർന്ന് നിന്ന മസ്ജിദായിരുന്നു, അല്ലെങ്കിൽ മതേതരത്വത്തിന്റെ ഒരു നിർമ്മിതിയായിരുന്നു ബാബരി മസ്ജിദ്. ബാബരി മസ്ജിദിന്റെ ഏതാനും ചുവരുകളോ
ഇഷ്ടിക കട്ടകളോ അല്ലെങ്കിൽ കരിങ്കല്ലുകളോ മാത്രമല്ല അന്നവിടെ തച്ചുടക്കപ്പെട്ടത്. അതിൻ്റെ ഓരോ മിനാരങ്ങൾ വർഗീയ ഫാസിസ്റ്റ് കോമരങ്ങൾ പിഴുതെറിയുമ്പോൾ ഇന്ത്യയുടെ സോഷ്യലിസവും സെക്യുലറിസവും അതുപോലെ തന്നെ ഡെമോക്രസിയുമാണ് അവിടെ പിഴുതുമാറ്റപ്പെട്ടത്. അതിവിടെ പൂർണ്ണതോതിൽ പുനർനിർമ്മിക്കപ്പെടണമെങ്കിൽ ബാബരിയുടെ വീണ്ടെടുപ്പ് മാത്രമാണ് അതിന് പരിഹാരമായിട്ടുള്ളത്. മുഴുവൻ മാധ്യമപ്രവർത്തകരും നിയമവിശാരദന്മാരും പണ്ഡിതന്മാരും പൗരാവകാശ പ്രവർത്തകരും മനുഷ്യാവകാശ പ്രവർത്തകരും എല്ലാവരും തുറന്നു സമ്മതിച്ച ഒരു കാര്യമാണ് മുസ്ലിങ്ങൾക്ക് കോടതികളിൽ നിന്ന് നീതി കിട്ടിയിട്ടില്ല എന്നുള്ളത്. സുപ്രീം കോടതിയും അതുപോലെ തന്നെ CBI കോടതിയും മസ്ജിദ് നിലനിന്നിരുന്ന ഭൂമി ഹിന്ദുക്കൾക്ക് നൽകുകയും മസ്ജിദ് പൊളിച്ച കിരാതന്മാരെയും അക്രമിക്കൂട്ടങ്ങളെയും വെറുതെ വിടുകയും ചെയ്യുകയാണ് ഉണ്ടായതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഏതൊരു ജനാധിപത്യ വിശ്വാസിക്കും മതേതര വിശ്വാസിക്കും വലിയ തിരിച്ചടിയും ഞെട്ടലും ഉളവാക്കുന്നതായിരുന്നു കോടതികളുടെ ഈ വിധി പ്രസ്താവം. സത്യവിശ്വാസികളെ സംബന്ധിച്ച് അവരുടെ പരമോന്നത കോടതി അള്ളാഹുവിന്റെ സവിധത്തിലാണ്. അതുകൊണ്ട് ഒരു സത്യവിശ്വാസിയും നിരാശപ്പെടേണ്ടതില്ല. അക്രമികളുടെ കാട്ടിക്കൂട്ടലുകൾക്ക് അന്ത്യം കുറിച്ചുകൊണ്ട് തുല്യനീതിയും പൂർണ്ണനീതിയും നടപ്പാക്കപ്പെടുന്ന ഒരു ദിവസം നമ്മുടെ കൺമുന്നിൽ തന്നെ വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ഈ ലോകത്ത് നീതിക്ക് വേണ്ടി ശബ്ദിക്കുകയും അതിനുവേണ്ടി മുഷ്ടി ചുരുട്ടുകയും നീതി നിഷേധം നടക്കുന്നിടത്തൊക്കെ നമ്മുടെ എതിർ ശബ്ദങ്ങൾ പ്രതിഷേധങ്ങൾ ഉയർത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. നീതിയും സമത്വവും സ്വാതന്ത്ര്യവും സുരക്ഷയും വാണരുളുന്ന ഒരു സമത്വസുന്ദരമായ ക്ഷേമരാഷ്ട്രമായിരിക്കണം ഓരോ ജനാധിപത്യ വിശ്വാസിയുടെയും സത്യവിശ്വാസിയുടെയും ആഗ്രഹവും അഭിലാഷവും. അതിനുവേണ്ടിയുള്ള പ്രയത്നങ്ങൾ പുണ്യപ്രവർത്തനങ്ങളായിട്ടാണ് ഓരോ സത്യവിശ്വാസിയും കാണേണ്ടത്. ഇതോടൊപ്പം തന്നെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ ഒരേ മാളത്തിൽ നിന്ന് ഒരേ സമയം 2 തവണ ഒരു വിശ്വാസിക്ക് ദംശനമേൽക്കുകയില്ല, കടിയേൽക്കുകയില്ല എന്നുള്ള വചനം ഈ സന്ദർഭത്തിൽ ശ്രദ്ധേയമാണ്. കാരണം അതിന്റെ താല്പര്യം ഒരു അബദ്ധം പിണഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അവൻ നല്ലൊരു വഴി അല്ലെങ്കിൽ നല്ലൊരു മാർഗം അവൻ കണ്ടെത്തും എന്നാണ് പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാബരി പള്ളി നമ്മുടെ മനസ്സിൽ വിങ്ങലായി നിൽക്കുമ്പോൾ അത് നാം മറ്റുള്ള തലമുറയിലേക്ക് ഇന്ന് ജനിക്കുന്ന കുഞ്ഞിലേക്കും നാം അത് പകർന്നു കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മുടെ വിങ്ങലുകളും തേങ്ങലുകളും അതുപോലെ തന്നെ ബാബരിയുടെ ജ്വലിക്കുന്ന ഓർമ്മകളും തലമുറയിലേക്ക് പകർന്നുകൊണ്ടിരിക്കുമ്പോൾ അത് ഫാഷിസത്തിനെതിരെയുള്ള വലിയ പ്രതിരോധം കൂടിയാണ്. മറവി ഫാഷിസമാണെങ്കിൽ ഓർമ്മയാണ് അതിന്റെ ഒന്നാമത്തെ പ്രതിരോധം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് നമ്മുടെ ഇന്ത്യൻ സാഹചര്യത്തിൽ വെച്ച് നോക്കുമ്പോൾ ഒരു ബാബരി പള്ളി നമുക്ക് നഷ്ടപ്പെട്ടു. പക്ഷേ ഇനിയും ബാബരികൾ അന്വേഷിച്ച് നടക്കുകയാണ് സംഘപരിവാരങ്ങളും അവരുടെ പിണിയാളുകൾ. അതിന് നാം തലവെച്ചു കൊടുക്കുന്ന ഒരു ഏർപ്പാടും ഉണ്ടാക്കിക്കൂടാ. കാരണം നമ്മുടെ ഇവിടുത്തെ നിയമ സംവിധാനങ്ങളെയും ഇവിടുത്തെ പോലീസിനെയും ഇവിടുത്തെ സൈന്യത്തെയും എല്ലാം വിശ്വാസത്തിൽ എടുത്തുകൊണ്ടാണ് നാം ബാബരിയുടെ പിന്നാലെ നടന്നത്. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, നിരാശ മാത്രമായിരുന്നു എല്ലാവരുടെ ഭാഗത്തു നിന്നും നമുക്ക് ലഭിച്ചത്. ഇനിയും അത്തരത്തിലുള്ള അമിതമായ ആത്മവിശ്വാസം നാം വെച്ചു പുലർത്തി കഴിഞ്ഞാൽ നഷ്ടങ്ങളുടെ കണക്കുകൾ മാത്രമാണ് നമുക്ക് പറയാനുണ്ടായിരിക്കുക. അതുകൊണ്ട് പടച്ചവൻ പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. പള്ളിയുടെ പരിപാലനവും പള്ളിയുടെ സംരക്ഷണവും അത് അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന വിശ്വാസികളുടെ ബാധ്യതയാണ്. എന്ന് വെച്ചു കഴിഞ്ഞാൽ ബാബരിയുടെ വിഷയത്തിൽ വിശ്വാസികൾ അവരുടെ ഉത്തരവാദിത്തം മറന്നതുകൊണ്ടാണ് ആ ബാബരി പള്ളി നമുക്ക് നഷ്ടമായിട്ട് മാറിയത്.
ഇനിയും 300-ന്റെയും 3000-ന്റെയും പള്ളികളുടെ കണക്കുകൾ പറഞ്ഞുകൊണ്ട് വർഗീയ ഫാഷിസ്റ്റ് ശക്തികൾ നമുക്ക് മുന്നിലേക്ക് വരുമ്പോൾ ഒരു പള്ളിയും നമ്മുടെ അശ്രദ്ധ കൊണ്ട്, നമ്മുടെ അലംഭാവം കൊണ്ട് നമുക്ക് നഷ്ടമായിക്കൂടാ. ഇപ്പോൾ അവർ അവകാശവാദം ഉന്നയിക്കുന്നത് ഏറ്റവും അവസാനമായി മധുരയിലെ ഈദ്ഗാഹ് ജുമാ മസ്ജിദാണ്. അതോടൊപ്പം തന്നെ കാശിയിലെ ജുമാ മസ്ജിദിന്റെ മേലും അവർ അവകാശവാദം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടെയെല്ലാം അള്ളാഹുവിന്റെ വചനമായിരിക്കണം നമ്മെ മുന്നോട്ട് നയിക്കേണ്ടത്. ഇനി ഒരു വർഗീയ ഫാഷിസ്റ്റ് ശക്തിക്കും ഒരു പള്ളിയുടെ മേലും കൈവക്കാനോ ത്രിശൂലമേറ്റാനോ പിക്കാസ് കൊണ്ടോ മറ്റു ആയുധങ്ങൾ കൊണ്ടോ പള്ളികൾ തകർക്കാനോ ധൈര്യം വരുന്ന ഒരു സ്ഥിതി വിശേഷം ഉണ്ടായിക്കൂടാ. അതിനുള്ള സാഹചര്യം നാം അനുവദിച്ചു കൊടുത്തുകൂടാ. അതുകൊണ്ട് അള്ളാഹുവിന്റെ വചനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് സൂറത്തുൽ ഹജ്ജ് 40-ാമത്തെ ആയത്തിൽ നമുക്ക് ഓതി നോക്കിയാൽ അതിന്റെ സാരാംശം ഇങ്ങനെയാണ്: വലൗലാ ദഫ്ഉല്ലാഹി നാസ ബഅദഹും ബിബഅദ്. ഒരു വിഭാഗത്തെ കൊണ്ട് മറുവിഭാഗത്തെ തടഞ്ഞില്ലായിരുന്നെങ്കിൽ ഇവിടെയുള്ള മുഴുവൻ ആരാധനാലയങ്ങളും അക്രമിക്കൂട്ടം തകർത്തേനെയായിരുന്നു. മറ്റുള്ളവർ തടയാനുണ്ട് എന്നുള്ള ഭീതിയാണ്, ആ കരുതലാണ് അക്രമിക്കൂട്ടത്തെ ആരാധനാലയങ്ങൾ തകർക്കുന്നതിൽ നിന്ന് അവരെ പിന്നിലേക്ക് വലിക്കുന്നത്. ബാബരിയുടെ വിഷയത്തിൽ തടയാൻ ആരുമില്ല എന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസമായിരുന്നു സംഘപരിവാരം അത് പൊളിക്കുന്നതിലേക്ക് അവരെ എത്തിച്ചത്. ഇനിയും അത്തരത്തിലുള്ള അബദ്ധങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകാതെ നിലനിൽക്കുന്ന പള്ളികളും വഖഫ് സ്വത്തുക്കളും അന്യാധീനപ്പെട്ടു പോകാതെ, നഷ്ടപ്പെട്ടു പോകാതെ, അതൊരു നഷ്ട സ്വപ്നമായിട്ട് മാറാതെ നാം അതെല്ലാം കാത്തു സൂക്ഷിക്കേണ്ട ബാധ്യത നമുക്കെല്ലാവർക്കുമുണ്ട്. അതിന് എല്ലാ ജനാധിപത്യ മതേതര വിശ്വാസികളെയും ജാതിയോ മതമോ വർഗമോ ഭാഷയോ ഒന്നും നോക്കാതെ എല്ലാവരെയും കൂട്ടുപിടിച്ചുകൊണ്ട് നമ്മുടെ പൊതുശത്രുവായ, ഇന്ത്യയുടെ ശത്രുവായ ഫാഷിസത്തിനെതിരെ ശക്തമായ മുന്നോട്ടുള്ള മുന്നേറ്റമായിരിക്കണം നാം നടത്തേണ്ടത്. ഈയൊരു ഡിസംബർ 6 അതിനുള്ള പ്രതിജ്ഞയുടെ ദിനമാകട്ടെ. മുന്നോട്ടുള്ള പോക്കിന് ഊർജം നൽകുന്ന പ്രവർത്തനങ്ങളുമായി നീതിയുടെ വഴി നമുക്കൊരുമിച്ച് മുന്നേറാം. അതിന് അള്ളാഹു സഹായിക്കുമാറാകട്ടെ. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.